എല്ലാ ഞായറാഴ്ചകളെയും പോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസവും. സെപ്റ്റംബർ മാസം 1-ാം തീയതി ഈ ഞായറാഴ്ച ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ആ ദിവസം കാലത്താണ് ആരുടെയോ ഒരു വ്ളോഗ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത്. ആ വ്ളോഗിൽ തെക്കേ മലമ്പുഴയെക്കുറിച്ച് അതിവിശാലമായിട്ട് പറയുന്നത് കണ്ടു. അതിലെ വീഡിയോസിൽ കാണുന്ന കാഴ്ചകളെല്ലാം അതിമനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടേക്ക് പോയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ്, പിള്ളേർക്ക് ഒഴിവുണ്ടായിരുന്നു. ഞങ്ങൾ 4-5 പേരും കൂടിയിട്ട് അങ്ങനെ പോകുന്ന റൂട്ട്, പക്ഷെ ഞങ്ങള് ചുറ്റിത്തിരിഞ്ഞ് ആവശ്യമില്ലാത്ത വഴികളിലൂടെയൊക്കെ പോയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുതുനഗരം തത്തമംഗലം, പാലത്തുള്ളി, അത്തിക്കോട്, അത്തിക്കോട്ടിന്ന് കല്ലൂട്ടിയാലിന്ന് പാറ അലപ്പുള്ളി റോട്ടിൽ പോയി ചേർന്ന് അവിടുന്ന് കൂട്ടുപാതയിൽ പോയി നമ്മുടെ കഞ്ചിക്കോടുള്ള കേന്ദ്രീയ വിദ്യാലയന്റെ അവിടെ നിന്ന് നേരെ മലമ്പുഴ റോഡിൽ പോയി മലമ്പുഴയിൽ പോയിട്ടാണ് നമ്മൾ അവിടേക്ക് പോയത്. അവിടെ പോയി നമ്മുടെ ഇതുവരെ പോകാത്തൊരു സ്ഥലമായിരുന്നു. കാരണം തെക്കേ മലമ്പുഴയെ കുറിച്ച് ആരും പറഞ്ഞത് കേട്ടിരുന്നില്ല. ഫോട്ടോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേറെ ആൾക്കാർ ഏട്ടനൊക്കെ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മഴക്കാലമാകുമ്പോ പാറയിൽ വെള്ളം ഒഴുകി വന്ന് റോഡ് ക്രോസ് ചെയ്ത് ഡാമിലേക്ക് വെള്ളം പോകുന്ന അത്തരം കാഴ്ചകളെല്ലാം അവരുടെ ഫോട്ടോസും വീഡിയോസിലും കാണുകയുണ്ടായി. മുമ്പ് കുട്ടിക്കാലത്ത് 10-33 വർഷത്തിനിടയ്ക്ക് കുട്ടിക്കാലം മുതലേക്ക് മലമ്പുഴ ഡാമിലേക്ക് ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഈ ഒരു തെക്കേ മലമ്പുഴയെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പണ്ട് ബോട്ട് സർവീസ് ഉള്ള കാലഘട്ടത്തില് ആ ഭാഗത്ത് പോയിട്ടുണ്ട് എന്നല്ലാതെ ആ സൈഡ് കൂടെ റോഡ് ഇവിടേക്ക് ഉണ്ട് എന്ന് ഞങ്ങള് അറിയില്ല. എന്തായാലും പോയി നോക്കിയപ്പോ മനസ്സിലായി, കവയേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് ഈ തെക്കേ മലമ്പുഴയുടെ ഭംഗി. അതിമനോഹരമായ കാഴ്ചകൾ. ഉറപ്പായും ഒരു വട്ടം കൂടി അധികം വൈകാതെ തന്നെ കുടുംബത്തോടൊപ്പം അവിടേക്ക് ചെല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ചെറിയ തട്ടുകടകളും, അതുപോലെ ഇതിപ്പോ കഴിക്കുന്ന നമ്മുടെ സ്വീറ്റ് കോണൊക്കെ അവിടെ ഇടവഴിയിൽ കിട്ടും. സ്വീറ്റ് കോണും നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, അതെല്ലാം ഈ ഡാമിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ചില സമയങ്ങളിൽ. അതെല്ലാം കൊണ്ട് ആസ്വദിച്ച് എല്ലാം കഴിക്കാൻ സാധിച്ചു. ആ ചട്ടിയിൽ തിളയ്ക്കുന്ന സാധനം എന്താന്ന് ചോദിച്ചപ്പോൾ അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും നാരങ്ങയും നല്ലോണം ഇട്ടിട്ടാണ് അവർ തിളപ്പിക്കുന്നത്. അതിലേക്കാണ് ഈ ചോളം ഇടുന്നത്. സാധനം നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഈ സ്ഥലത്തേക്ക് ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കവിയിലേക്ക് പോകുന്ന അത്രയും ആൾക്കാർ തന്നെ ഇവിടേക്കും വരുന്നുണ്ട്. ഇതെന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞില്ല എന്നാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. മൂപ്പര് കവ ഏത് ഭാഗത്താണെന്ന് എനിക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരികയാണ്. വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കുറെ ദൂരം ഇങ്ങനെ യാത്ര തുടർന്നു. രണ്ട് സൈഡും മലകളാട്ടോ. ഒരു സൈഡ് ചെറിയൊരു മലയുണ്ട്. നമ്മുടെ ബാബു മലയില്ലേ, ഒരുത്തൻ മലന്റെ മുകളിലേക്ക് കുടുങ്ങിയില്ലേ, ഏകദേശം അവന്റെ ആ സൈഡുള്ള മലയൊക്കെ തന്നെയാണത്. ഒരു സൈഡ് ഡാം, ഒരു ഡാമിനപ്പുറം മല തന്നെ വീണ്ടും. ഈ ഒരു ചർച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മളെ പോകുന്ന വഴിക്ക്. ഈ തട്ടുകടയിൽ നല്ല പൊരിച്ച മീൻ കിട്ടാറുണ്ട്, ഡാമത്തെ മീന്. നല്ല മീന്. ഞങ്ങള് വരുമ്പോ കഴിച്ചായിരുന്നു അവിടുന്ന്. പിന്നെ ഇടയ്ക്ക് തട്ടുകടയുണ്ട്. ഇതൊരു റിസോർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള റിസോർട്ടാണ്. ഇതാണ് നമ്മുടെ ഈ റോഡിന്റെ എൻഡാണ് ഈ പറയുന്ന ഈ സ്ഥലം. ഈ തെക്കേ മലമ്പുഴ എന്ന് പറയുന്നതിന്റെ ഏറ്റവും എൻഡ് പോയിന്റ് ഇതാണ്. ഇവിടുന്ന് ഈ കാണുന്ന പണിതീരാത്തൊരു പാലമുണ്ട്. ഇതിനെ കുറിച്ചൊന്നും ചോദിക്കാൻ പറ്റിയില്ല, ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചാൽ നമുക്ക് അപ്പുറത്ത്
അതായത് ഈ കവയിലേക്ക് പോകാൻ പറ്റും. അതായത് ഈ ഡാമിന് വലം വെച്ചിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇതിപ്പോ വന്ന വഴി കൂടെ തന്നെ നമുക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. ഈ പാലം പണിത് കഴിഞ്ഞാല് ശരിക്കും നമുക്ക് ഡാമിന്റെ ചുറ്റും സഞ്ചരിച്ച് നമുക്ക് മലമ്പുഴയിൽ എത്തിച്ചേരാൻ സാധിക്കും. മഴക്കാലം അല്ലാത്തപ്പോ വെള്ളം താഴ്ന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡാമിന്റെ നടുവില് പോകാൻ പറ്റും. വണ്ടികൾ ഇങ്ങനെ പോവാറുണ്ട്. അതിന്റെ ഇടയിൽ ഇടയ്ക്ക് വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്, പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സഞ്ചാരികൾ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ്. ഇപ്പൊ നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഈ ഓണത്തിന് എവിടേക്കെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മലമ്പുഴയോടൊപ്പം തന്നെ നിങ്ങൾ ഈ തെക്കേ മലമ്പുഴ കൂടി വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും സുന്ദരമാണ് ഈ സ്ഥലം. ഒരുപാട് കുടുംബത്തോടൊപ്പം ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ഇതാ ഈ സൈക്കിൾ ചവിട്ടി വരുന്ന കേട്ടന്മാര് ഞങ്ങൾ എവിടെന്നാന്ന് ചോദിച്ചപ്പോ ഗുരുവായൂരിന്ന് സൈക്കിൾ ചവിട്ടി വന്ന ആൾക്കാരാ. ഗുരുവായൂരിന്ന് സൈക്കിളും ചവിട്ടി രാവിലെ വന്ന ആൾക്കാരാ. ആ പോയിന്റ് കഴിഞ്ഞ് കുറച്ചു ദൂരം വന്നപ്പോ വീണ്ടും ഒരു പോയിന്റ്. ഒരു സൈഡ് നല്ല റോഡ് സൈഡാണ് ഈ പാർക്കെട്ട്. ഈ പാർക്കെട്ടിന് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. വളരെ സൂപ്പറായിട്ട് അടുത്തടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അവര് അനുവദിച്ചിട്ടൊക്കെയാണെന്നാ പറയുന്നത്. എന്തോ തോന്നുന്നില്ല, അതിന് സൊസൈറ്റി ഒക്കെ ഉണ്ടല്ലോ. എന്നാലും ആൾക്കാർ പിടിക്കുന്നുണ്ട്. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് യാത്ര തുടർന്നു. വീണ്ടും തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് ഏകദേശം മലമ്പുഴ എത്താറായി ഞങ്ങള്. അപ്പോഴും ആൾക്കാര് തെക്കേ മലമ്പുഴ തേടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം സാഹചര്യമൊക്കെ ഉണ്ടായി. നമ്മള് വീണ്ടും മലമ്പുഴ ജംഗ്ഷൻ. ഇത് മലമ്പുഴ പഴയ കവാടം കേട്ടോ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറുക. പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വരുന്ന സമയത്ത്. ഇതാണ് ഇപ്പൊ നിലവിലെ മലമ്പുഴ കവാടം. ശരിക്കുള്ള ഇപ്പൊ നിലവിലുള്ള കവാടം ഇവിടെയാണ്.